എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് OET ലിസണിംഗ് പാർട്സിലെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി പഠിക്കാം. ഒട്ടുമിക്ക എല്ലാ OET ആസ്പിറൻസിനും വളരെയധികം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ലിസണിലെ പാർട്സി. അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങൾ അഥവാ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന 3 ചാലഞ്ചസ് ആണുള്ളത്. ആദ്യത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിൻ്റെ കോൺവെർസേഷൻ ഫോളോ ചെയ്ത് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ടാണ്. അതായത് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന വൊക്കാബുലറീസ്, അവരുടെ പ്രൊണൗൺസിയേഷൻ, അവർ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്, ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം നമ്മൾ അവരുടെ ലാംഗ്വേജുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആക്സൻറ്റുമായിട്ട് കൂടുതൽ പരിചിതമാകുക അല്ലെങ്കിൽ കൂടുതൽ ഫെമിലിയർ ആകുക എന്നുള്ളതാണ്. സോ ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ മെഡിക്കൽ പോഡ്കാസ്റ്റ് കേൾക്കാം, അല്ലെങ്കിൽ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിൻ്റെ സ്പീച്ചസ് ഒക്കെ നമുക്ക് കേൾക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ യൂട്യൂബിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ യൂട്യൂബിൽ അങ്ങനത്തെ വീഡിയോ കേൾക്കുന്ന നേരത്ത് സബ് ടൈറ്റിൽസ് ഓൺ ആക്കിയിട്ട് ഓഡിയോ കേൾക്കുന്നതോടെ ആ സബ് ടൈറ്റിൽസ് വായിക്കുമ്പോൾ നമ്മൾ അവരുടെ പ്രൊണൗൺസിയേഷനും ആക്സൻറ്റും ഒക്കെ ആയിട്ട് ഫെമിലിയർ ആവും. രണ്ടാമത് ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് ലിസണിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ഒരുമിച്ച് ചെയ്യുവാണ് അല്ലേ. അതായത് നമ്മൾ എക്സ്ട്രാക്റ്റ് കേട്ട് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചോദ്യവും വായിച്ചായിട്ട് അർത്ഥം മനസ്സിലാക്കണം, അതുപോലെ ഓപ്ഷൻസ് വായിച്ച് ഒരു ഉത്തരം ചൂസ് ചെയ്യുകയും ചെയ്യണം. സോ ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഈ ഏരിയയും പലർക്കും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. മൂന്നാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ പലർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റാതെ വരും. എക്സ്ട്രാക്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനെ പറ്റി തുടങ്ങുമ്പോൾ പലരും അത് ഫോളോ ചെയ്യാതെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ സ്റ്റക്കായി നിൽക്കും. പിന്നീട് അവർ റിയലൈസ് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് കടന്നു കഴിഞ്ഞിരിക്കും എക്സ്ട്രാക്റ്റിൽ. ഒരുപക്ഷെ നമ്മളങ്ങനെ മിസ്സായി പോകുന്നത് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളുമായിരിക്കും. സോ ഈ ഒരു അബദ്ധവും പലർക്കും പറ്റാറുണ്ട്. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാലഞ്ച് എങ്ങനെ ഓവർകം ചെയ്യാമെന്നായിരിക്കും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ്റെ സഹായത്തോടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മളിവിടെ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ചെയ്യാൻ പോകുന്നുള്ളൂ. നമുക്കിനി നമ്മുടെ 4 സ്റ്റെപ്പ് സ്ട്രാറ്റജിയിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ 1 മിനിറ്റും നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടി മാറ്റി വെക്കാം. അതായത് ആദ്യത്തെ 1 മിനിറ്റിൽ നമുക്ക് ചോദ്യവും ഓപ്ഷൻസ് ഫുള്ള് വായിച്ച് അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ കീവേഡും ഒന്നും അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ മീനിങ് മാത്രം മനസ്സിലാക്കി പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ പിക്ചർ കിട്ടും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കേൾക്കാൻ പോകുന്നതെന്ന്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ആ ഒരു സെയിം സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് കോൺടാക്ട് സെൻറ്റൻസ് പറയുന്നത് എന്താണ്? ഇതൊരു ഇൻ്റർവ്യൂ മോഡൽ എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇൻ്റർവ്യൂ ചെയ്യുന്ന ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ലാരി ആപ്പിളാണ്. അദ്ദേഹം സംസാരിക്കുന്നത് ലോ ഗ്ലൈക്കമിക് ഇൻഡെക്സിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് വാസ് ദ റീസൺ ഫോർ ദ സെക്കൻഡ് സ്റ്റഡി? അതിൻ്റെ അർത്ഥം എന്താണ്? രണ്ടാമത്തെ സ്റ്റഡിയുടെ റീസൺ അഥവാ ഉദ്ദേശം എന്താണെന്നാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റഡിയുടെ കാരണം എന്താണെന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? സാൾട്ടിന് ബ്ലഡ് പ്രഷറിനോടുള്ള എഫക്റ്റ് മനസ്സിലാക്കുവാനാണ് അല്ലെങ്കിൽ കണ്ടുപിടിക്കുവാനാണ് സെക്കൻഡ് സ്റ്റഡി നടത്തിയിരിക്കുന്നത്. ബി എന്താണ് പറയുന്നത്? ലോ ബ്ലഡ് പ്രഷർ, അതായത് ലോ ബ്ലഡ് പ്രഷറിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ഏത് ഡയറ്റാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റഡി നടത്തുന്നതെന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഇനി ഓപ്ഷൻ സിയിലോട്ട് പോകാം. ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? ടു സ്ക്രൂട്ടനൈസ് ദ എഫക്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ് ഓൺ ബ്ലഡ് പ്രഷർ. അതായത് കാർബോഹൈഡ്രേറ്റ്സിനും പ്രോട്ടീൻസിനും ബ്ലഡ് പ്രഷറിനോടുള്ള എഫക്റ്റ് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ അഥവാ വിശദമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റഡി നടത്തിയേക്കുന്നതെന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. നമുക്ക് 32 അല്ലെങ്കിൽ രണ്ടാമത്തെ 32nd ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഈസ് വാട്ട് വാസ് ദ ഫൈൻഡിങ് ഓഫ് ഒമ്നികാബ് സ്റ്റഡി? അതായത് ഒമ്നികാബ് സ്റ്റഡിയുടെ ഫൈൻഡിങ് എന്തായിരുന്നു എന്നാണ്, അഥവാ ഒമ്നികാബ് സ്റ്റഡിയുടെ റിസൾട്ട് എന്തായിരുന്നു? ഓപ്ഷൻ എ പറയുന്നത് ലോ ഗ്ലൈക്കമിക് ഇൻഡെക്സ് വാസ് ഹെൽപ്ഫുൾ, അതായത് ലോ ഗ്ലൈക്കമിക് ഇൻഡെക്സ് ഹെൽപ്ഫുൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. ബി പറയുന്നത് എന്താണ്? സിഗ്നൽസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു LDL, അതായത് LDLുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസിനെ സംബന്ധിച്ച് ഇൻഫർമേഷൻ തന്നു എന്നാണ് പറയുന്നത്. സി എന്താണെന്ന് നോക്കാം. നോ എഫക്ട്സ് ഓഫ് ലോ ഗ്ലൈക്കമിക് ഇൻഡെക്സ്, അതായത് ലോ ഗ്ലൈക്കമിക് ഇൻഡെക്സിന് യാതൊരുവിധ എഫക്ട്സും ഉണ്ടായിരുന്നില്ല എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് 1 മിനിറ്റ് കംപ്ലീറ്റ് എടുത്തിട്ട് ആ ഒരു കോൺടെക്സ്റ്റ് ഫുള്ളൊന്ന് വായിച്ചു പോവുക, ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പോവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും നമ്മൾ എന്തിനെ പറ്റിയായിരിക്കും കേൾക്കാൻ പോകുന്നത്. സോ ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിച്ചം ഒരു 30 സെക്കൻഡ്സ് ഉണ്ടല്ലോ അല്ലേ, ആ ഒരു 30 സെക്കൻഡ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ചു പോവുക. ഓക്കെ, ഇനി നമ്മൾ ഓപ്ഷൻസ് വായിക്കേണ്ട, ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ച് ക്വസ്റ്റ്യൻസിലെ കീവേഡ് അണ്ടർലൈൻ ചെയ്യുക. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി 2 കാരണമുണ്ട്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ, എക്സ്ട്രാക്റ്റിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കും. നമുക്ക് എന്താണ് കേൾക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഐഡിയ തരും. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിൽ നിന്ന് അടുത്ത ചോദ്യത്തിലോട്ട് എക്സ്ട്രാക്റ്റ് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഡിയോ പാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യനിലെ കീവേഡ് അവർ പറഞ്ഞിരിക്കും.
ആ കീവേഡ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് അല്ലെങ്കിൽ 32ാമത്തെ ചോദ്യത്തിലോട്ട് ഓഡിയോ കടന്നു വന്നു. ഇതൊക്കെ നമ്മളൊരു ഓഡിയോയുടെ സഹായത്തോടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് സ്ട്രാറ്റജി മാത്രം നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്ട്രാറ്റജി. ഇപ്പം 31ാമത്തെ ചോദ്യത്തിലെ കീവേഡ്സ് ഏതൊക്കെയാണ്? റീസൺ, സെക്കൻഡ് സ്റ്റഡി അല്ലേ? റീസണും സെക്കൻഡ് സ്റ്റഡിയാണ് കീവേഡ്സ്. 32ാമത്തെ ചോദ്യത്തിലെ കീവേഡ്സ് ഏതൊക്കെയാണ്? ഫൈൻഡിങ്സും ഒമ്നിക സ്റ്റഡിയും. ഇത് രണ്ടുമാണ് നമ്മുടെ കീവേഡ്സ് 31ാമത്തെ ചോദ്യത്തിൻ്റെയും 32ാമത്തെ ചോദ്യത്തിൻ്റെയും. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിങ്ങനെ കീവേഡ് അണ്ടർലൈൻ ചെയ്തു, പിന്നെ ഓഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ? ഒരു ബീപ്പ് സൗണ്ടിന് ശേഷം ഓഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വീണ്ടും ആദ്യത്തെ ചോദ്യത്തിലോട്ട് എത്തുക, 31ാമത്തെ ചോദ്യം. ഇനി നമ്മൾ ആ കീവേഡ് ഒന്നും കൂടെ വായിക്കുക. ഇവിടെ എന്താണ് കീവേഡ്? റീസൺ, സെക്കൻഡ് സ്റ്റഡി. ഇതാണ്. ഇത് രണ്ടും 2-3 പ്രാവശ്യം മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിൽ എന്താണ് രണ്ടാമത്തെ സ്റ്റഡിയുടെ ഉദ്ദേശം, രണ്ടാമത്തെ സ്റ്റഡിയുടെ ഉദ്ദേശം. അങ്ങനെ നമ്മുടെ മൈൻഡിനെ തന്നെ ട്യൂൺ ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് ഈ ഒരു സംഭവം കേൾക്കാനാണ് പോകുന്നത് എന്ന് നമ്മുടെ മൈൻഡിനെ ട്യൂൺ ചെയ്ത് വെക്കുക. ഓപ്ഷൻസിലോട്ട് നോക്കരുത്. അതായത് ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഓഡിയോയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. മനസ്സിലായല്ലോ? നമ്മൾ ഓപ്ഷൻസിൽ നിന്നല്ല ഉത്തരം എടുക്കുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഓഡിയോയിൽ തന്നെ എടുക്കുക. രണ്ടാമത്തെ സ്റ്റഡിയുടെ ഉദ്ദേശം എന്താണെന്ന് ഓഡിയോയിൽ നിന്ന് നിങ്ങൾ ഫുൾ ഫോക്കസ് ഓഡിയോയിൽ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അറ്റൻഷൻ ഡിവൈഡ് ആയി പോകരുത്. അതായത് ഓഡിയോയിൽ നിന്ന് തന്നെ നമ്മൾ ഉത്തരം എടുക്കുക, രണ്ടാമത്തെ സ്റ്റഡിയുടെ ഉദ്ദേശം. അങ്ങനെ കിട്ടിയ ഉത്തരം നമ്മൾ ഓപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്യുക. അതിനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടും. കാരണം അവർ ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസും ഓഡിയോ എക്സ്ട്രാക്റ്റും എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഉത്തരം ഓഡിയോയിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്നില്ല റൈറ്റ് ഓപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്ത് ഒരു ഉത്തരത്തിലോട്ട് എത്തുക. അതിനുശേഷം അടുത്ത എക്സ്ട്രാക്റ്റിലോട്ട് പോകുന്നതിന് മുമ്പേ അവർ ആ കീവേഡ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഇവിടെ 32ാമത്തെ ചോദ്യത്തിൻ്റെ കീവേഡ് എന്താ? ഒമ്നിക സ്റ്റഡി. അത് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. അത് മനസ്സിലാകുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് ഓഡിയോ കടന്നു എന്ന് മനസ്സിലാക്കാം. പിന്നെ ഫുൾ ഫോക്കസും നമ്മൾ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ഏതാണ്? 32ാമത്തെ ചോദ്യത്തിൻ്റെ കീവേഡ്സ് 2-3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഫൈൻഡിങ്സ്, ഒമ്നിക സ്റ്റഡി. ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? റിസൾട്ട് എന്തായിരുന്നു എന്നാണ്. അതെന്താണ് കണ്ടുപിടിച്ചതെന്ന്. ഫൈൻഡിങ്സ്, ഒമ്നിക സ്റ്റഡി. അതായത് ഒമ്നിക സ്റ്റഡി എന്താണ് കണ്ടുപിടിച്ചതെന്ന് 2-3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഫുൾ ഫോക്കസ് ഓഡിയോയിൽ കൊടുക്കുക. ഓഡിയോയിൽ നിന്ന് ഉത്തരം എടുക്കുക. ഉത്തരം ഓപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്യുക. ആൻസർ മാർക്ക് ചെയ്യുക. ഇനി ഞാൻ ഓഡിയോ പ്ലേ ചെയ്യാം. നിങ്ങൾ ഈ സെയിം സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ആ ഓഡിയോയിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. One of the lead researchers, Dr. Larry Apple, who specialises in testing diets. Previously, we had done 3 major feeding studies. By feeding studies, I mean studies in which we provide everything that a person eats and drinks for a fairly long period of time. Some of our studies have lasted up to half a year. So our first study was DASH, Dietary Approaches to Stop Hypertension, that identified an overall dietary pattern that was helpful in terms of lowering blood pressure and cardiovascular risk. Then we did a study. Which was a diet low in salt and high in fruit and vegetables. Actually, it tested attributes of diet other than salt. So salt was held constant, but in the diet that was most effective was a diet that was rich in fruits and vegetables, low-fat dairy products, and reduced in saturated fat. Then we did a second study that addressed the issue you brought up, Norman, which was the effects of salt on blood pressure. In that, we did a dose-response study, and the lower the sodium intake, the lower the blood pressure. Then we did a third study where we said, okay, well, those diets, the DASH diet is relatively high in carbohydrate. What if we reduced some of the carbohydrate and replaced it with protein or unsaturated fat, mostly monounsaturated fat that you would get from like olive oil, for example. Looking for the optimal diet to lower blood pressure, because blood pressure is such a powerful risk factor for heart disease and stroke. The diets that were higher in protein and higher in monounsaturated fat had slightly better reduction than the original DASH diet, but not so much that you would say we should change our guidelines. It basically said, if people reduce their saturated fat, they can replace it with carbohydrate, unsaturated fat, or protein, which is a good message, that gives people flexibility. Then our fourth study is the OmniCarb study. That was a study to look at the effects of glycemic index on cardiovascular risk factors. And so the idea was to say, okay, people have been espousing a low glycemic index diet is helpful. Typically, in terms of heart disease, what you see are signals related to LDL cholesterol, blood pressure. And to our surprise, there really were no major effects of the low glycemic index diets on risk factors for cardiovascular disease. So if you were a participant in our study, you would have been randomized to a sequence of 4 different diets. So one. You were your own control because you went through. എല്ലാവരും ഒരു ഉത്തരത്തിലോട്ട് എത്തിച്ചേർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 31ൻ്റെയും 32ൻ്റെയും ആൻസർ ഡിസ്കസ് ചെയ്യാം. 31ൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ ആൻസർ വരുന്ന ഭാഗം മാത്രം, അതായത് സെക്കൻഡ് സ്റ്റഡിയുടെ ഫൈൻഡിങ് എന്താണെന്ന് പറയുന്ന ഭാഗം മാത്രം ഞാൻ ഒന്നും കൂടെ പ്ലേ ചെയ്യാം. അതിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക.
in saturated fat. Then we did a second study that addressed the issue you brought up, Norman, which was the effects of salt on blood pressure. In that, we did a dose-response study, and the lower the sodium intake, the lower the blood pressure. Then we did a third study where... എല്ലാവർക്കും ഉത്തരം കിട്ടിയല്ലോ അല്ലേ? എന്താണ് ഉത്തരം? ഓപ്ഷൻ എ. ഓക്കെ, അതെവിടെയാണ് പറയുന്നത്? സ്ക്രിപ്റ്റിൽ പറയുന്നുണ്ട്. Then we did a second study that addressed the issue you brought up, Norman, which was the effect of salt on blood pressure. അതായത് സെക്കൻഡ് സ്റ്റഡി എന്താണ് അഡ്രസ് ചെയ്തത്? എഫക്ട് ഓഫ് സാൾട്ട് ഓൺ ബ്ലഡ് പ്രഷർ അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. ഇവിടെ നമ്മൾ ബിയും സിയും എന്തുകൊണ്ടാണ് ആൻസർ അല്ലാതെ വരുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇവിടെ ഓപ്ഷൻസിലോട്ടല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രാറ്റജി ഫുൾ ഫോക്കസ് ക്വസ്റ്റ്യനിലും ഓഡിയോയിലുമാണ്. അപ്പോൾ റീഡിംഗ് ആണെങ്കിലും അങ്ങനെയാണ്. അതുപോലെ തന്നെ റീഡിംഗ് ആകുമ്പോൾ നമ്മുടെ ഫോക്കസ് ക്വസ്റ്റ്യനിലും പാരഗ്രാഫിലുമാണ്. ലിസണിലോട്ട് വരുമ്പോൾ നമ്മുടെ ഫുൾ ഫോക്കസ് എവിടെയാണ്? ക്വസ്റ്റ്യനിലും ഓഡിയോയിലും ആണ്. ഓക്കെ, സോ അതിന് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 32ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 32ാമത്തെ ചോദ്യം എന്താണ് ചോദിക്കുന്നത്? ഓംനിക് ഓഫ് സ്റ്റഡിയുടെ ഫൈൻഡിങ് അല്ലെങ്കിൽ ഓംനിക് ഓഫ് സ്റ്റഡിയുടെ റിസൾട്ടാണ്. ഇനി അതിൻ്റെ ഉത്തരം പറയുന്ന ഭാഗം മാത്രം ഞാനൊന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ ഓഡിയോ ശ്രദ്ധയോടെ കേട്ടിട്ട് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കുക. സ്ക്രിപ്റ്റും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. Gives people flexibility. Then our fourth study is the OmniCarb study. That was a study to look at the effects of glycemic index on cardiovascular risk factors. And so the idea was to say, okay, people have been espousing a low glycemic index diet is helpful. Typically, in terms of heart disease, what you see are signals related to LDL cholesterol, blood pressure. And to our surprise, there really were no major effects of the low glycemic index diets on risk factors for cardiovascular disease. So if you were a participant in our study, you would have been randomized to a sequence of 4 different diets. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയല്ലോ അല്ലേ? ഉത്തരം കിടക്കുന്ന പോർഷൻ ഏതാണ്? നമുക്ക് സ്ക്രിപ്റ്റിൽ കാണാൻ പറ്റും. And to our surprise, there were no major effects of the low glycemic index diets on risk factors for cardiovascular disease. അതായത് കാർഡിയോവാസ്കുലർ ഡിസീസ് കുറയ്ക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുന്നതിനുള്ള യാതൊരു എഫക്ട്സും ലോ ഗ്ലൈക്കമിക് ഇൻഡെക്സ് ഉള്ള ഫുഡിന് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? നോ എഫക്ട്സ് ഓഫ് ലോ ഗ്ലൈക്കമിക് ഇൻഡെക്സ്. ഓക്കെ, സോ ദാറ്റ്സ് അവർ ആൻസർ. ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾ കഴിഞ്ഞ കുറേ വീഡിയോയിൽ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ വലിയൊരു താങ്ക്സ് പറയുകയാണ്. കാരണം നിങ്ങളുടെ കമൻസ് ചെയ്യുന്നതാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു എൻകറേജിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പലരുടെയും കമൻസിന് റിപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, എന്നാൽ ചിലവരുടെ റിപ്ലൈ ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കമൻസ് ഞാൻ ഈക്വലി വാല്യൂ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ മുമ്പോട്ട് ഏതൊക്കെ ഏരിയനെ പറ്റിയാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് സോ മാക്സിമം ഞാൻ റെഗുലറായിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി.